ഗവർണർ സർക്കാർ പോര് മുറുകുന്നു. ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥി സംഘടനയായ SFIയുടെ പ്രതിഷേധമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ എതിർപ്പുമായി ഗവർണർക്കെതിരായ പ്രതിഷേധവുമായി വീണ്ടും CPIM രംഗത്തെത്തുന്നത്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഗവർണർ ആരിഫ് ശ്രമിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. RSS BJP നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് ഗവർണർ പത്രക്കുറിപ്പിറക്കിയതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമായി D ബിനോയ് ഞങ്ങളുടെ തിരുവനന്തപുരം റീജിയണൽ ബ്യൂറോ ചീഫ് ചേരുകയാണ്. ബിനോയ്, എന്തൊക്കെയാണ് ഈ സർക്കാർ ഗവർണർ പോര് വീണ്ടും വളരെ ശക്തിയോടുകൂടി നടക്കാൻ പോകുന്നു? ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട്. അതിനെ കൃത്യമായി ചൂഷണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഗവർണറും നീങ്ങുന്നത്, ഒപ്പം CPIM നീങ്ങുന്നത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി എന്തൊക്കെയാണ് പറയുന്നത്? അജിംഷാദ്, ഇന്നലെ ഗവർണർ പത്രക്കുറിപ്പ് ഇറക്കിയതിന് തൊട്ട് പിന്നാലെയാണ് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പത്രക്കുറിപ്പിറങ്ങി രംഗത്ത് എത്തിയിരിക്കുന്നത്. കാരണം ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഭരണഘടനാപരമായും ജനാധിപത്യപരമായും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഗവർണർ ശ്രമിക്കുന്നു എന്നും, രണ്ടാമത്തേത് ഈ കുട്ടികൾ അല്ലെങ്കിൽ SFI പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തെ അവർക്ക് ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനുള്ള അവകാശവും അധികാരവുമുണ്ട്. അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന ത്തിലേക്ക് ഗവർണർ നീങ്ങുന്നു. ഗവർണർ സ്വന്തം നില മറന്നുകൊണ്ട്, അതായത് താൻ ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്ത തരത്തിലാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് എന്ന് തുടങ്ങിയ ഒരു പത്രക്കുറിപ്പാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി ഗവർണറും പാർട്ടിയും തമ്മിലുള്ള പോര് വളരെ ശക്തമായിരിക്കുന്നു എന്ന് നമുക്ക് വ്യക്തമാകുന്നു. കാരണം കഴിഞ്ഞ ദിവസം ഗവർണർ കാലിക്കറ്റ് ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും, സർവകലാശാല ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും BJP അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ആ ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടത് തന്നെ മറ്റൊരു രാഷ്ട്രീയമാനം, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ശക്തിയുടെ പ്രവർത്തനമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയത്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന നേതൃത്വം, CPM സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു പത്രക്കുറിപ്പുമായി എത്തിയിരിക്കുന്നത്. കാരണം അതിനകത്ത് വ്യക്തമായി പറയുന്നൊരു കാര്യമുണ്ട്. BJP RSS നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ആ പത്രക്കുറിപ്പ് തന്നെ ഒരു അസാധാരണമായ പത്രക്കുറിപ്പാണ് രാജ്ഭവനിൽ നിന്ന് പുറത്തു വരുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പൊന്നും രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് വരാറില്ല. എന്തെങ്കിലും വിശദീകരണങ്ങൾ, അത് പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായ പത്രക്കുറിപ്പുകൾ അങ്ങനെ രാജ്ഭവനിൽ നിന്ന് അങ്ങനെ വരാറും ഇല്ല. എന്തെങ്കിലും വിശദീകരണങ്ങൾ മാത്രമായിരിക്കും. ഒന്നുകിൽ ഏതെങ്കിലും ക്ഷണമോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കുറിപ്പുകളൊക്കെയാണ് പുറത്തു വരാറുള്ളത്. അല്ലെങ്കിൽ അറിയിപ്പുകൾ, പുതിയ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ, ഇതൊക്കെയാണ് വരാറുള്ളത്. എന്നാൽ അതെല്ലാം വ്യത്യസ്തമായി പത്രക്കുറിപ്പ് രാജ്ഭവൻ രാത്രി പുറപ്പെടുവിച്ചു. അതിന് തൊട്ട് പിന്നാലെയാണ് ഇതിനൊരു ജനാധിപത്യ മുഖം ഇല്ലാതെ ഗവർണർ പ്രവർത്തിക്കുന്ന തരത്തിലേക്കാണ് CPM പറഞ്ഞു വയ്ക്കുന്നതും. കാരണം ഇപ്പോൾ ഗവർണർ സർക്കാർ പോരിൽ നിന്ന് മാറിയിട്ട് അതിപ്പോൾ രാഷ്ട്രീയ വൈരത്തിലേക്കും പോരിലേക്കും മാറിയിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. SFI ശക്തമായ പ്രതിഷേധവുമായി പൊതുനിരത്തിൽ നിൽക്കുന്നു. സർവകലാശാലയ്ക്ക് മുമ്പിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നു. മാത്രവുമല്ല, അവർ ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. അതേസമയം പാർട്ടി ഇപ്പോൾ നിലവിൽ ഗവർണർക്കെതിരെ പ്രസ്താവനകളും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ മറുപടി പറയുന്നേ ഉള്ളൂ. എന്നാൽ അതിന് മറ്റൊരു തരത്തിൽ, അല്ലെങ്കിൽ ജില്ലാ തലത്തിലോ അല്ലെങ്കിൽ ഏരിയ തലത്തിലോ ഒന്നും വിശദീകരണങ്ങളോ അല്ലെങ്കിൽ യോഗങ്ങളോ ഒന്നും ചേരുന്നില്ല. പക്ഷേ ഇങ്ങനെ നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് രാഷ്ട്രീയം മാറും. അതായത് ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജില്ലകളിലും ഒപ്പം ഏരിയ തലങ്ങളിലും ഒക്കെ ഈ ഗവർണറുടെ പ്രശ്നങ്ങൾ ചർച്ചയാവും. അത്തരത്തിലൊരു ചർച്ചയാക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് CPM ആലോചിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് BJPയുടെ ഒരു നീക്കം അത് കൃത്യമായും ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കുന്ന പോലെ തന്നെയാണ്. ഗവർണർക്ക് പിന്നിൽ ഏറ്റവും വലിയൊരു പ്രേരക ശക്തിയായി നിലനിൽക്കുന്നത് ഇന്ന് RSSും BJPയാണ്. അതുതന്നെയാണ് നേതാക്കൾ അദ്ദേഹത്തെ, ഗവർണറെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ പോയി കണ്ടതുമെല്ലാം. അപ്പോൾ ഇതെല്ലാം നന്നായി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് CPMും ഇപ്പോൾ ഇത്തരത്തിൽ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. അതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. ഈ സാധാരണഗതിയിൽ നിന്നും വ്യത്യസ്തമായി ജനാധിപത്യപരമായി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഗവർണർ ഇപ്പോൾ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായ രീതിയിൽ തൻ്റെ അധികാരം വിനിയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതൊരു വലിയ രാഷ്ട്രീയ പോരിന്, ഒരു തുറന്ന പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങും. നിലവിൽ ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയും ഗവർണറുമായിട്ടാണെങ്കിൽ
ഇന്ന് അതൊക്കെ മാറി ഇപ്പോൾ അതിനൊരു രാഷ്ട്രീയ തലത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വ്യക്തമാകുന്നു. അതേസമയം BJP ആകട്ടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തുറന്ന പത്രസമ്മേളനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും തന്നെ BJP ഒന്നും പുറത്തേക്ക് വരുന്നില്ല. ചെറിയ ചെറിയ പ്രസ്താവനകൾ മാത്രമാണ് നടത്തുന്നത്. വരും ദിവസങ്ങളിൽ BJPയും ഗവർണറെ സഹായിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഗവർണർക്ക് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് ഉള്ള കാര്യങ്ങളുമായി മുന്നോട്ട് വരുമെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേസമയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഒരു മൗനമാണ്. ഒരു പക്ഷേ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തുന്ന ഈ അവരുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധങ്ങൾ, ആ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിച്ച് കൊണ്ട് നീങ്ങുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. മാത്രവുമല്ല വണ്ടിപ്പെരിയാർ പോലുള്ള വിഷയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്ന് മറ്റൊരു രാഷ്ട്രീയ രീതിയിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സംസ്കാരം, തീർച്ചയായും വളരെ വലിയൊരു പോരിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് CPIM അതിൽ ശക്തമായി ഉള്ള വിമർശനങ്ങളുമായി രംഗത്തെത്തുന്നു. അതിൽ ഗവർണർ ഇറക്കിയ പത്രക്കുറിപ്പിനെതിരായി ഉടൻ തന്നെ ഗോവിന്ദ മാസ്റ്റർ CPIM സംസ്ഥാന സെക്രട്ടറി രംഗത്തെത്തുന്നു. ഇത് തന്നെ ഒരു വലിയ പോരിൻ്റെ തുടർച്ചയാണ്. പിന്നോട്ടില്ല. ഗവർണറുടെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്കെതിരായി ഒരു വിധത്തിലും പിന്നോട്ടില്ല എന്നുള്ള കാര്യം ആണ് CPIM വ്യക്തമാക്കുന്നത്. SFIയിലൂടെ തീർച്ചയായും പ്രതിഫലിക്കുക തന്നെ ചെയ്യും എന്നുള്ളതും ഉറപ്പാവുകയാണ്.